happy Vishu to everyone. ഹലോ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ വിഷു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആഘോഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ എല്ലാവരും? സദ്യ ഉണ്ടാക്കി കഴിച്ചോ? നമ്മളെ വിഷുവിൻ്റെ തലേ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ലുലു പോവുക കേട്ടോ. ലുലുവിടെ അടുത്ത് തന്നെയാണ് ഞാനും മക്കളൂടെ പോകുന്നതേ. നോക്കട്ടെ, രണ്ടുപേരും മഞ്ഞയാണല്ല. മഞ്ഞക്കിളിയുടെ മോള് രണ്ടുപേരെയും കൊണ്ട് കടയിൽ പോകാമെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ നമ്മൾ കടയും സാധനങ്ങളൊക്കെ വാങ്ങി നടന്നു വരാൻ ദൂരെ ഉള്ളതുകൊണ്ട് തന്നെ അമ്പാടിയും കയറ്റി തള്ളി ഇഞ്ഞ് പോരുന്നത് കേട്ടോ. ഇത്തവണ വിഷു ഞാൻ പപ്പിക്കുട്ടിക്ക് വിട്ടുകൊടുത്ത് ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം അവളാ ചെയ്തത്. ഇത് പിന്നെ നമ്മുടെ അനിയത്തിയുടെ കുട്ടികൾ വീട്ടിലൊരുക്കിയിട്ട് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നെയാണ്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടല്ലേ അവരുടെ വീട്ടിലെ ഒരുക്കങ്ങൾ. ഇനിയിപ്പോൾ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടാലോ? നമ്മുടെ വിഷുവിൻ്റെ ഒരുക്കങ്ങളെ തകൃതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. വിഷുവിൻ്റെ അന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇന്നിപ്പം വെള്ളിയാഴ്ചയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേ സാമ്പാറായി, നമ്മുടെ അവിയൽ, ഇത് മെഴുക്കുവരട്ടിക്ക്, ചോറ് ഇതിനകത്തായിട്ടുണ്ട്. ഇഞ്ചിക്കറിക്ക് വേണ്ടി റെഡിയാക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ബീറ്റ്റൂട്ട് പച്ചടിക്ക് വേണ്ടി വേവിച്ച് വെച്ചേക്കുക. മാങ്ങ അച്ചാർ, പിന്നെ പരിപ്പായി, മോരായി, ഒന്നും പറയണ്ട. എല്ലാം തകൃതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളിൽ ആരെയും അടുക്കളയിലോട്ട് കയറ്റത്തില്ല. കാരണം വന്ന് എന്നെ അങ്ങ് ശല്യം ചെയ്താലേ ഒരു കാര്യവും നടക്കത്തില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ക്ഷേമം അന്വേഷിക്കാൻ വരും. നമ്മുടെ സദ്യയുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പായസം, പരിപ്പ്, പച്ചടി, മോര്, മെഴുക്കുവരട്ടി, ഇതൊരു തോരൻ, സാമ്പാർ, അവിയൽ, ചോറ് വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിക്കറി, പപ്പടം, അതാ നെയ്യെടുത്ത് വെച്ചേക്കുന്നത് വിളമ്പാനായിട്ട്. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. നമ്മുടെ 1:30 ആവുന്നു, കഴിക്കണം. അപ്പോൾ അതേ നമ്മുടെ സദ്യവട്ടത്തിലോട്ട് കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ സുഹൃത്താണിത്. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വന്നപ്പോൾ തൊട്ടേ ഉള്ളൊരു നമ്മുടെ ഫ്രണ്ടാണ്. പിന്നെ ഒരു നോർത്ത് ഇന്ത്യ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് അവർ ഒത്തിരി ആസ്വദിച്ചാണ് കഴിക്കുന്നത്. നമ്മുടെ വിഷുവും ഓണമൊക്കെ അവർ വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ 1-2 പേരെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെത്തിയില്ല കേട്ടോ, അവർക്കെന്തോ അസൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേരേ ഉള്ളൂ. ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊത്തിരി സന്തോഷമാണ് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ. അപ്പോൾ ഒത്തിരി പേരൊക്കെ വരുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ ഒരു സന്തോഷമാണ്. മക്കൾക്കും ഇതൊക്കെ കാണാനും ഒക്കെ ആയിട്ട്. അമ്പാടി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ആരും വരുന്നില്ലേ, എന്നാ വിഷു, എപ്പോഴാ എല്ലാവരും വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പായസത്തിൽ ഇങ്ങനെ പപ്പടം ഞെടി കഴിക്കാനാണോ ഇഷ്ടം, അതോ പഴമാണോ? എനിക്ക് പപ്പടമാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഇതാ ഇത് കണ്ടോ, എപ്പോൾ വന്നാലും എന്തെങ്കിലും സാധനമായിട്ടൊക്കെ വരുള്ളൂ കേട്ടോ. പിന്നെ മക്കൾക്ക് ഉടുപ്പൊക്കെ കൊണ്ടുവന്നേ, അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ഇത് പൊട്ടിക്കുന്നത് മാത്രം പമ്മിക്കുട്ടി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നേ. പിന്നെ നമ്മൾ നാട്ടിലത്തെ കണക്ക് കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ പായസമൊക്കെ കുടിച്ചിരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഉറക്കമൊക്കെ വന്ന്, പായസമൊക്കെ കുടിച്ചതല്ലേ, അപ്പോൾ ഉറക്കമൊക്കെ വന്ന്. അപ്പോൾ പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ച് അങ്ങനെ കുറേ നേരം വീണ്ടും പിന്നെ വർത്താനം പറഞ്ഞ്. എന്താ ഇത്, വാഴയാണോ ഓടുന്നത് ഇവിടെ? എൻ്റെ കുട്ട ഇവിടെ എല്ലാം അലമ്പാക്കിയോ? ഒന്ന് കളിക്ക്, അമ്മയും കളിക്കാം, വേഗം കളിക്കടി. നമ്മുടെ വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടേ അവരൊക്കെ പോയി. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അവർ പോയി. അത് കഴിഞ്ഞ് ഞാനൊന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ അമ്പാടി ഇവിടെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക, പാട്ടൊക്കെ ഇട്ടിട്ട്. പായസമൊക്കെ കുടിച്ചാലേ ഞാൻ ലെക്കില്ലാണ്ട് പോകും, മധുരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ ഒക്കെ പരിപാടി ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ. ബൈ.